ഹായ് കൂട്ടുകാരെ, എല്ലാ സൺഡേകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ തിരക്ക് പിടിച്ച ഒരു ബിസി ആയിട്ടുള്ള ഒരു സൺഡേ ആണ് കേട്ടോ ഇന്ന്. അങ്ങനെ ഒരു സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ സൺഡേകളൊക്കെ ഒരു ഹോളിഡേ മൂഡാണ് അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ പണികളും കഴിയും. അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുക, പിന്നെ കൂടുതൽ ടൈമും നമ്മൾ ഫാമിലി ആയിട്ട് നല്ല ഫണ്ണായിട്ടാണ് പോവാറ്. പക്ഷെ ഇന്ന് നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് വെക്കലും ചോക്ലേറ്റ് ഉണ്ടാക്കലും പൊടി വറുക്കലൊക്കെ ആയിട്ട് കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബിസി ആയിട്ടുള്ളൊരു സൺഡേയിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ ഇന്ന് 6:30 കുർബാനയ്ക്ക് പോയി കേട്ടോ. രാവിലെ 6:30 കുർബാനയ്ക്ക്. സാധാരണ നമ്മൾ 10 മണി 10:30 കുർബാനയ്ക്കാണ് പോവാറ്. 6:30 പോയി. കാരണം നമ്മുടെ ചോക്ലേറ്റ് പാക്കിംഗ് മെഷീൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരായിരുന്നു, അത് ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട്. കുറച്ച് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിക്കാർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിയാകുമ്പോൾ 9 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും രാവിലെ 6:30 പള്ളിയിൽ പോയിട്ടാ. അങ്ങനെ നമ്മളിതാ പള്ളിയിൽ പോയി തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ 6:30 പള്ളിയിൽ പോകുന്ന ദിവസം അടുക്കളയിൽ കയറിയിട്ടുണ്ടാവില്ല കേട്ടോ. രാവിലെ എണീറ്റ് ഒരു കാര്യവും ചെയ്യില്ല. 5:30 ആകുമ്പോൾ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് റെഡി ആയിട്ട് പള്ളിയിൽ പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നും ചായ വയ്ക്കുകയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നു. ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരാഴ്ച എന്താ പറയുക, നമ്മളിങ്ങനെ അരച്ച് വെക്കുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് കോളേജിൽ പോകുമോ അല്ലെങ്കിൽ സ്കൂളൊന്നും ഇല്ലല്ലോ, ട്യൂഷനല്ലേ പോകുന്നത്. അപ്പോൾ ട്യൂഷന് പോകുമ്പോൾ 2 ബിസ്ക്കറ്റും കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കുറച്ച് ദിവസമായിട്ട്. കാരണം രാവിലെ 7 മണിക്കാണ് അവന് ട്യൂഷൻ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രാവിലെ മിക്ക ദിവസങ്ങളിലും ഈ കഴിഞ്ഞൊരാഴ്ച പുട്ട്, അട, ഇടിയപ്പം, മറ്റേ എന്താ പറയുക നൂലപ്പം, ഉപ്പുമാവ്, അങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ദോശ ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ദോശയ്ക്ക് അരച്ച് വെച്ചു. മസാല ദോശ കഴിക്കാൻ തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചത്. അപ്പോൾ രാവിലെ ഞാൻ പള്ളിയിൽ പോയി വന്ന വഴിക്ക് തന്നെ ആദ്യം ചട്നി അരയ്ക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഒരു 3-4 ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും ഉള്ളത് നന്നായിട്ട് കഴുകി കുക്കറിൽ വിസിൽ വരാനായിട്ട് വെച്ചു. കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ സബോള, ഇഞ്ചി, പച്ചമുളകൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ആവിയൊക്കെ പോയി വിസിലൊക്കെ പോയി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് ഞാൻ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി, സബോള സാധനങ്ങളൊക്കെ സാധാരണ തലേദിവസം വൈകിട്ട് നന്നാക്കി വെക്കാറുണ്ട്, പിറ്റേന്ന് രാവിലേക്കുള്ളതൊക്കെ. ഇപ്പോൾ ഇന്നലെ അതൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തലേദിവസം ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിന്ന് മസാല ദോശയുടെ മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, ഉഴുന്നാണ് കേട്ടോ നേരത്തെ ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, സവോള, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഉപ്പ് വെള്ളമായതുകൊണ്ട് ഞാൻ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞ കളറിലാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി സവോളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോള വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ ഒരുപാട് ഒഴിച്ചു കൊടുക്കില്ല, ഒന്ന് കുടഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഇത് മാറും കേട്ടോ, പരുവം മാറും. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഈ മസാല ഇരിക്കുന്നത്. കുറച്ചുകൂടിയും ഒന്ന് ഒരു കുഴമ്പ് പരുവത്തിലാവണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മരുന്നുകൾ കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കിലേക്കുള്ള ഫുഡ് റെഡിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ചോക്ലേറ്റ് പാക്ക് ചെയ്യാനുണ്ട്, ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട്, പിന്നെയും കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ബിസി ആയിട്ടുള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള
പരിപാടിയിലാണ്. അപ്പോൾ പപ്പയും പിള്ളേരൊന്നും കയറി വന്നിട്ടില്ല കേട്ടോ. അജു പിന്നെ അങ്ങനെ തന്നെ കിടന്നുറങ്ങി. അവനിനി ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരുള്ളൂ. അതും പപ്പയും ഈ പണിക്കാർ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താഴെയുണ്ട്. അപ്പം ഞാൻ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 2 മസാല ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ദോശയൊക്കെ നന്നായി പരത്തി ബട്ടർ വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. ബട്ടറാണെങ്കിലും നെയ്യാണെങ്കിലും ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സ്പൂണോടക്കനെ എടുത്ത് അങ്ങനെ ഒഴിക്കുകയൊന്നുമില്ല. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ നന്നായി പരത്തി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് മറിച്ചിട്ടു. മറിച്ചിടണമെന്നില്ല, മസാല ദോശയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമില്ല, സെൻറ്ററിൽ മസാല വെച്ച് മടക്കിയാൽ മതി. പക്ഷേ എനിക്ക് ഇവിടെ മറിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അവിടെ അങ്ങനെ നമ്മുടെ ദോശ, അതാ 2ാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെൻറ്ററിൽ കുറച്ച് മസാലയൊക്കെ വെച്ച് കൊടുത്ത് മടക്കി എടുത്തു. അങ്ങനെ എനിക്ക് കഴിക്കാനുള്ള 2 ദോശ ഉണ്ടാക്കി. പിന്നെയുള്ളവരൊക്കെ അവർ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, നല്ല ചൂടോടക്കനെ ഉണ്ടാക്കല്ലേ നല്ലത്. അങ്ങനെ ഞാൻ എൻ്റെ 2 മസാല ദോശ, പിന്നെ നമ്മൾ ചട്നി അരച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ കാപ്പി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. മറ്റേത് വല്ലപ്പോഴൊക്കെ ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലപ്പോഴും ഒരു 1/2 ഗ്ലാസ് കട്ടനൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാനത് പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അസുഖമൊക്കെ കുറച്ച് കൂടിയിരുന്ന സമയമായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ് വരെ. അപ്പോൾ ആ കൂടിയപ്പോൾ നമ്മൾ പിന്നെ ചായയും കാപ്പിയൊക്കെ പിന്നെ ആയി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം എടുത്തിരിക്കുന്നത് ഈ ഗ്ലൂക്കോസ് പൗഡർ വരില്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ക്ഷീണമൊക്കെ വരുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടും മരുന്ന് കഴിച്ച് ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് പൗഡർ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഓറഞ്ച് ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കലക്കി അങ്ങനെ ഗ്ലാസ്സിൽ കൊടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതൊരു ഗ്ലാസ് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പപ്പ വന്നു, ആദു വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു കഴിഞ്ഞ് അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അജു മാത്രമേ വരാത്തുള്ളൂ. അജു നല്ല ഉറക്കമാണോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് രാത്രിയിലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ കിടക്കുമ്പോൾ തന്നെ 4 മണിക്കാണ് കിടക്കുക പുലർച്ചെ. പിന്നെ 6 മണിക്ക് എനിക്ക് പള്ളിയിലേക്ക് വന്നുല്ലോ. പിന്നെ പോയില്ലെങ്കിൽ പിന്നെ അന്ന് പോവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൻ എണീറ്റ് വന്നു. അങ്ങനെ അവൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും കയറിയില്ല, അവൻ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടികളാണ് നോക്കണത്. അപ്പോൾ ഇന്ന് ബിരിയാണി വയ്ക്കാമെന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, സവോള വറുത്തിടൽ ആ പരിപാടിയൊന്നും ഇല്ലാതെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ചൂടായി വന്നപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, പിന്നെ ബിരിയാണി ഇല ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, ബിരിയാണി കൈതയുടെ ഇല, അതൊരു ഇല പൊട്ടിച്ചിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയുള്ളത്. പിന്നെ ഒരു ചെറിയ സവോളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി ചോറൊക്കെ തട്ടി കൂട്ടാനായിട്ട് പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. കൂടുതൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പെട്ടെന്നൊരു ബിരിയാണി ചോറ് പോലെയൊക്കെ റെഡിയാക്കി എടുക്കാം. മുട്ട മസാല ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പൊടികളൊന്നും ഒരുപാട് ആവശ്യമില്ല, ജസ്റ്റ് ചെറിയൊരു ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ഒരു 3 ഗ്ലാസ് അരിയിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി വഴന്ന് വന്ന് പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുകി വെച്ചിരിക്കുന്ന അരി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിലിരിക്കുന്നതേ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുക. എന്നിട്ട് ടോട്ടൽ ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഗ്ലാസ് കൂടെ കൂടുതൽ ഒഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ. പല അരിക്കനുസരിച്ച് മാറ്റം വരുമല്ലോ. ചില അരിക്കൊക്കെ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെക്കണം, ചില അരിക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളതിലേക്ക് വെള്ളം ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ചെറുനാരങ്ങ, 1 ചെറുനാരങ്ങയുടെ നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ ഉപ്പ് നൂലുക്ക് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചോറിൽ ഉപ്പ് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ അടച്ചു വെച്ചിട്ട് ഫുള്ളിൽ തന്നെയാണ് കിടക്കണത് തീയെ. ഇനി നമ്മൾ ഇങ്ങനെ ഇതുപോലെ കണ്ട ആ ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ വിസിലിട്ടിട്ട് സിമ്മിലിട്ട് ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ച് 10
മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആവും കേട്ടോ. ബിരിയാണിയുടെ റൈസ് ഇവിടെ റെഡി ആവും. ഇനി നമ്മൾ ചിക്കൻ്റെ കറി വെക്കാൻ പോവാണ്. അതും നമ്മളൊരു കുക്കർ ചിക്കനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഈ ബിരിയാണിക്കൊക്കെ കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുത്തു. ഏലക്കായൊക്കെ ഒന്ന് നമ്മൾ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര മാത്രം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 4 വലിയ സവോള ചെറുതാക്കി അരിഞ്ഞ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ സവോളയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന സവോളയ്ക്കും മസാലയ്ക്കും ചിക്കനും ഒക്കെ അനുസരിച്ച് അളവ് ഒക്കെ മാറിയിരിക്കും. അതുകൊണ്ട് ഞാൻ അളവ് പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ഒരു 2 വലിയ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായി വേവുകയും ചെയ്യും. ഇതുപോലെ കണ്ടോ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ തക്കാളി അടിച്ചപ്പോഴാണ് നമ്മൾ വെള്ളമായിട്ട് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശനിയാഴ്ചയും വൈകിട്ടാണല്ലോ ഞായറാഴ്ചയ്ക്ക് ചിക്കൻ വാങ്ങിക്കാറ്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് ഇന്നലെ രാത്രി വറുക്കുകയും ചെയ്തു. ബാക്കി ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇതുപോലെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കാം. അതുപോലെ തന്നെ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇത് വിസിൽ വരുമ്പോഴത്തേക്കും അടുക്കി പിടിക്കാതിരിക്കാനും നമുക്ക് അത്യാവശ്യത്തിന് ഗ്രേവി ആയിട്ടൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ, എൻ്റെ ഈ കുക്കറിന് 2 വിസിലാണ് വരേണ്ടത് കേട്ടോ. ചില കുക്കറിനൊക്കെ ഒറ്റ വിസിൽ വന്നാൽ മതിയാവും. അപ്പം ഞാനത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാത്രം കഴുകാനും അടുക്കളയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ പാത്രം കഴുകലും അടുക്കളയൊക്കെ ക്ലീൻ ആക്കലുമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വിസിൽ വരും. ചോറ് ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആയപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ എയർ പോയി കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടും. അങ്ങനെ നമ്മളിതാ ചോറൊക്കെ പാത്രമൊക്കെ കഴുകി വട്ടയിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ 2 ട്രിപ്പായിട്ട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം വട്ടയിൽ കഴുകി അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ 2ാം വട്ടം കഴുകി എല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബിരിയാണി റൈസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടോ. നല്ല അടിപൊളി മണമാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല അടിപൊളിയാണ്. കറക്റ്റ് വേവായിട്ട് കണ്ടോ. ഒന്നിനോടൊന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചില്ലെങ്കിലേ നമ്മൾ അങ്ങനെ തന്നെ വെച്ചാൽ ആ കുക്കറിൻ്റെ ആ അടിഭാഗത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ടയായി പോവും നമ്മൾ കുക്കറിൽ വെക്കുന്നതായതുകൊണ്ടേ. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി ഒലർത്തി ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് ഒലർത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കട്ട കുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മൂടി കൊണ്ട് തന്നെ മൂടി അങ്ങനെ തന്നെ വെച്ചു. കാരണം കഴിക്കാൻ വരുമ്പോഴത്തേക്കും അങ്ങനെ വെക്കുമ്പോൾ ചൂടാറാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ വിസിൽ വരാറായിട്ടുണ്ട്. അപ്പോഴേക്കും അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ അടിച്ച് വാരലും തുടയ്ക്കലും ക്ലീൻ ആക്കലും ഒക്കെ കഴിഞ്ഞു. കാരണം നമുക്കിനി ചോക്ലേറ്റ് പണി ഉണ്ടല്ലോ. അപ്പോൾ ആ കുക്കർ വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് പൊതിയാനും ചോക്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ നല്ല തുടച്ച് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ കുക്കർ വിസിൽ വന്നു. 2 വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അവിടെ വെച്ചു. ഇനിയിപ്പോൾ തൊടണ്ട, എയർ പോകുന്ന വരെ അങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് പൊതിയാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ചോക്ലേറ്റ് എല്ലാ ദിവസവും ചോക്ലേറ്റ് ഉണ്ടാക്കുകയും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒറ്റയടിക്ക് നമുക്ക് 10-36 കിലോ ഒക്കെ 1-1.5 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് 10-40 കിലോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് തൊട്ട് ഞാൻ വയ്യാണ്ടായിട്ട് എനിക്ക് അന്നുണ്ടായ അസ്വസ്ഥതകൾ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ചായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിസ്ത
പിസ്തയാണ്. ഇത് ഏകദേശം 10 കിലോയോളം ഉണ്ട്. അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ട്രോബെറി ഫ്ലേവർ ആയിട്ടുള്ള ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഫണലിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫണലിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും മിക്സ് ചെയ്യാത്ത ചോക്ലേറ്റിൻ്റെ മിക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫണൽ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയിലും പിസ്തയിലും ഒന്നും പ്രത്യേകിച്ച് നട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒഴിച്ചെടുക്കാനും മോൾഡ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായാലും പറ്റും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം പപ്പയൊക്കെ അവിടെ പണിക്കാർ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. പിന്നെ പിള്ളേരെയൊന്നും അങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഇതിലേക്ക് അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. നമ്മൾ അത്രയും നീറ്റായിട്ടും വൃത്തിയായിട്ടും നോക്കേണ്ടതാണല്ലോ. അപ്പോൾ പിള്ളേർ അത് എത്രമാത്രം നോക്കും എന്നുള്ളത് നമുക്ക് ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരെയൊന്നും ഈ ഒരു പരിപാടിയിലേക്ക് അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. പാക്ക് ചെയ്യാനൊക്കെ അവർ സഹായിക്കും, പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും നമ്മൾ തന്നെയാണ് അത് ചെയ്യാറ്. പപ്പ ഉണ്ടെങ്കിൽ സഹായിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇതൊന്നും ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതുപോലെ മോൾഡ് ചെയ്യുന്നൊരു മെഷീൻ കൂടി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്തിയിട്ടില്ല കേട്ടോ. പാക്ക് ചെയ്യുന്ന മെഷീൻ മാത്രമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ നമുക്കതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മങ്ങളൊക്കെ നടത്തി നമുക്ക് തുടങ്ങാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി തട്ടി എയർ ബബിൾസൊക്കെ കളഞ്ഞതാ ഇവിടേക്ക് എടുത്ത് വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ അടക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ സമയം നമുക്കുണ്ട് ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കണ്ടോ, നമ്മുടെ കുക്കർ തുറന്നു, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കുന്നത് കണ്ടോ. നമ്മൾ സബോള വഴറ്റാനായിട്ട് ഉപയോഗിച്ച എണ്ണയും പിന്നെ ചിക്കനല്ലേ അതിൽ നെയ്യും കാര്യങ്ങളൊക്കെ ഉരുകി അതിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റുന്ന അടിപൊളി കറി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും ആദ്യം ഊണ് കഴിക്കാനായിട്ടിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്കൊക്കെ വിശന്നു കേട്ടോ. സമയം 1 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോക്ലേറ്റ് ഡിമോൾഡ് ചെയ്ത് അത് കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇത് നമുക്ക് നാളെ പാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ അത് പാക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം എടുത്ത് മുറിച്ച് നമ്മൾ അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് പൊടി വറുക്കാനുണ്ടായിരുന്നു. അരിപ്പൊടി കഴിഞ്ഞ പ്രാവശ്യം 5 കിലോ പൊടിയാണ് നമ്മൾ പൊടിപ്പിച്ചു കൊണ്ടുവന്നത്. ആ 5 കിലോ അത് വറക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എപ്പോഴും ഞാൻ 10 കിലോ അരിയാണ് പൊടിപ്പിക്കുക. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഇരിക്കും. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൊടിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം എനിക്കത് ഇളക്കാനും വറക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ 5 കിലോ ആണ് പൊടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 കിലോ അരി പൊടിപ്പിച്ച് വറക്കാനായിട്ട് ഇന്നലെ വൈകിട്ട് പൊടിപ്പിച്ച് കൊടുന്നതാണ് കേട്ടോ. പിന്നെ മെഷീനിൽ അവിടെ നിന്ന് തന്നെ വറുത്ത് തരുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ തന്നെ വറുത്തെടുക്കണം. ഞാൻ തന്നെ വറുത്താലേ എനിക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പാക്കറ്റ് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അതുപോലെ തന്നെ അവിടെ നിന്ന് പൊടിപ്പിക്കുന്നിടത്തുനിന്ന് തന്നെ വറുത്ത് വാങ്ങിക്കുകയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വയ്യാന്ന് തോന്നുമ്പോൾ കുറച്ചായിട്ട് കുറയ്ക്കും. 10 കിലോ ഉള്ളത് 5 കിലോ ആക്കും, അല്ലെങ്കിൽ 3 കിലോ ആക്കും. അപ്പോൾ നമുക്ക് വറുക്കാനുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ പൊടി കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ പൊടി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊടി വറുക്കുന്നത്. നല്ല ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ അടുപ്പിൻ്റെ അവിടെ നിൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല ചൂട് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ മുകളിൽ ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. റൂമുകളിലേക്ക് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ചൂട് നമുക്ക് ഈ 3rd ഫ്ലോർ 4th ഫ്ലോറിലൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ അവിടെ ഈ പൊടിയൊക്കെ വറക്കാൻ നിന്നിട്ടുള്ളവർക്കറിയാം നല്ല ചൂടാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ പൊടിയൊക്കെ വറക്കുകയാണ് കേട്ടോ. ഈ നേരം ആകുമ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം എൻ്റെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പൊടിയൊക്കെ വറുത്ത് ഒരു ട്രിപ്പ് വറുത്ത് ഞാനത് ചൂടാറി അത് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് 2ാം വട്ടം വറുത്തു കേട്ടോ. അങ്ങനെ 2 വട്ടമായിട്ട് വറുത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചു. ചൂടാറിയതിന് ശേഷം മാത്രമേ ഞാൻ ബക്കറ്റിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ കേടുവരില്ലേ. അപ്പോൾ ചൂടാറാനായിട്ട് വെച്ചു. അങ്ങനെ അത്ര ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പപ്പ
ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഫ്രൂട്ട് ആൻഡ് നട്ട്സ് എന്ന് പറയുന്ന ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് ആൻഡ് നട്ട്സ് അത് ഞാൻ ഓട്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങനെ കൊണ്ട് തരാറുള്ളതാണ്. ആ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഓട്സ് ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടതുണ്ട്. ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഡ്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി, അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടിയിട്ടുള്ള വീറ്റൊക്കെ, ഡ്രൈ ആയിട്ടുള്ള വീറ്റ് അതൊക്കെ കൂടിയിട്ടുള്ള ഒരിതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് ഒരു 3-4 സ്പൂൺ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാനും ഉണ്ട്, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പേർക്കും കൂടിയാണ് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് കുറച്ച് അത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും അത്യാവശ്യം സമയം എന്ന് പറയുന്നത് 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനായിട്ട് പോയത്. അപ്പോൾ 2 മിനിറ്റ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ തിക്കായിട്ട് വരും. നമ്മൾ ഓട്സൊക്കെ പാലിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുറുകി വരുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. മധുരം ഒന്നും ചേർക്കണില്ല കേട്ടോ. മധുരം ചേർത്താൽ പിന്നെ അതിൽ പഞ്ചസാര ചേർത്താൽ പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഇത് കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ മധുരം ഒന്നും ചേർത്തില്ല. വെറുതെ പാലിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ഒരു ഗ്ലാസ് പാലും, എനിക്ക് അങ്ങനെ പാല് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പാലും വെള്ളമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് പാലിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഒരു ഇതെടുത്തിട്ട് കഴിച്ചു. പിന്നെ ചായ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈവനിങ് ഇത്രയും പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം, ഞാൻ പറഞ്ഞില്ലേ, എനർജിയൊക്കെ കഴിഞ്ഞ് നല്ലോണം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചു. അത് കഴിച്ച് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഒന്ന് നിവർന്ന് കിടന്നു കേട്ടോ. രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ഞാനൊന്ന് നിവർന്ന് കിടക്കുന്ന സമയമായിരുന്നു ആ 5 മണി, 4:30, 5 മണി സമയത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തുണികളൊക്കെ ഡ്രൈ ആയി. ഞാനത് അയയിൽ വിരിച്ചിട്ടു കേട്ടോ. ഞാനിപ്പോൾ രാവിലെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. ഇട്ടാലും തോര അയയിൽ വിരിച്ചിടാറില്ല. കാരണം നല്ല വെയിലല്ലേ. അപ്പം ഞാനൊരു 5 മണി 6 മണി സമയത്ത് അയൽ വിരിച്ചിട്ട് 10 മണിക്ക് നമ്മൾ അടുക്കളയിൽ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം ക്ലീനാക്കി കിടക്കുന്ന സമയത്ത് അതങ്ങ് എടുത്തിട്ട് പോകും. അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവും. വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആയി വരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാലത്ത് പാക്ക് ചെയ്തിട്ടുള്ള ചോക്ലേറ്റുകൾ 10 കിലോ ഓരോ കിലോൻ്റെ പാക്കറ്റാക്കി സീൽ ചെയ്യാനും കവർ ചെയ്യാനും ഒക്കെ ഉണ്ട്. ചെടികൾ നനയ്ക്കാനും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യമായിട്ടുണ്ട്. വീഡിയോ എടുക്കലും പണികളും ഒക്കെ കൂടി രണ്ടും കൂടി മുന്നോട്ട് പോകാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.